ഹായ് നമസ്കാരം, ദാസനാണ് തൃശ്ശൂരിൽ നിന്ന്. അപ്പോൾ നാളെ ഡൊമിനിക് ആൻഡ് ലേഡീസ് പേഴ്സ് എന്ന മമ്മൂക്കയുടെ പുതിയ സിനിമയുടെ ട്രെയിലർ വരാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റർ കണ്ടിരുന്നു. ഇത് എങ്ങനെയാണെങ്കിൽ നമ്മൾ പണ്ടത്തെ കാലത്തെ പോസ്റ്റർ ഉണ്ടല്ലോ, ചുമരുമ്പോൾ കൊട്ടിക്കുന്ന ഒരു കടലാസ്, അതൊരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് എന്നുള്ള രീതിയിൽ ഡൊമിനിക് എന്ന് പറഞ്ഞിട്ടൊരു വ്യക്തി നടത്തുന്നൊരു ഡിറ്റക്റ്റീവ് ഏജൻസി എന്നുള്ള രീതിയിലുള്ളൊരു പോസ്റ്ററൊക്കെ ആയിട്ടാണ് കാണിച്ചിട്ടുള്ളത്. നാളെയാണ് അതിൻ്റെ ട്രെയിലർ എന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പോസ്റ്റർ ഈ പറഞ്ഞ പോലെ ഒരു ചെറിയ പോസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ ഒരു ചെറിയൊരു ഒരു ചുമര് പൊട്ടിക്കുന്നൊരു സംഭവം, പേപ്പർ ഇതിൻ്റെയാണ്. അതിൽ എഴുതിയിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ അവർ ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങൾ എന്താണെങ്കിൽ ആളുകളെ സ്ഥലങ്ങൾ മിസ്സായിട്ടുണ്ടെങ്കിൽ, അതുപോലെ തന്നെ പെൺകുട്ടികളും ആയിട്ടുള്ള എന്തെങ്കിലും മിസ്സിങ് കേസ് ഉണ്ടെങ്കിൽ, അങ്ങനെ ഓരോ ചെറിയ ചെറിയ കേസുകൾ, ലവ് അഫെയർ ഉണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ കേസുകൾ, പിന്നെ ആരെങ്കിലും ഡിറ്റക്റ്റീവായിട്ട് എന്തെങ്കിലും അവരുടെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊക്കെ സോൾവ് ചെയ്ത് കൊടുക്കുന്ന ഒരു ഏജൻസി പോലെ ആയിട്ടുള്ള ഒരു സംഭവമൊക്കെ ആയിട്ടാണ് അതിന് പോസ്റ്റർ വന്നിട്ടുള്ളത്. എന്തായാലും മമ്മൂക്ക കുറച്ച് നാളുകളായിട്ട് നല്ല സിനിമകൾ ചെയ്ത് ഒരു വിലയൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നിരിക്കുകയായിരുന്നു. എൻ്റെ അഭിപ്രായത്തിൽ ഈ സിനിമയുടെ കഴിഞ്ഞ ടീസറും അതുപോലെ തന്നെ ഇന്നത്തെ പോസ്റ്ററും അതിൻ്റെ കാര്യങ്ങൾ കണ്ട സമയത്ത് ഒരു പ്രതീക്ഷയും ഇല്ലാതെ അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അതൊക്കെ കോമഡി ടച്ചായിട്ട് മമ്മൂക്ക അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാരെന്തെങ്കിലും ഉൾക്കൊള്ളാൻ സാധിക്കില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഇനി ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് ഇനി എങ്ങനെയാണ്, അല്ലെങ്കിൽ ഗൗതം വാസുദേവ മേനോൻ അത്ര ഗംഭീരമായിട്ട് ആ സിനിമ ചെയ്യണം, അത്രമാത്രം ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ചെയ്യണം. എനിക്ക് തോന്നുന്നില്ല എങ്ങനെ പോയാലൊരു 80% പ്രതീക്ഷയില്ലാത്തൊരു സിനിമ തന്നെയാണ് അതിൻ്റെ ടീസർ വന്നപ്പോൾ നമുക്ക് തോന്നിയിട്ടുള്ളത്. അത് മാത്രമല്ല, കൂടെ നിൽക്കുന്ന നടൻ, അതായത് മമ്മൂക്കയുടെ അസിസ്റ്റൻ്റായിട്ട് ചെയ്യുന്ന കഥാപാത്രം ചെയ്യുന്ന നടൻ ഗൂഗിൾ സുരേഷ് ഗോപിയാണ്. ഗൂഗിൾ സുരേഷ് ഗോപി എനിക്ക് ഇതുവരെ ഒരു സിനിമയിലും അദ്ദേഹത്തെ കൺവിൻസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അഭിനയം ഒരു ചുറുചുറുക്കുള്ളൊരു നടനായിട്ട് ഇതുവരെ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെതായ ശൈലി കൊണ്ടുവരാനോ ഒന്നും സാധിക്കാത്തൊരു നടനാണ്. എന്തുകൊണ്ടാണ് ഗൂഗിൾ സുരേഷ് ഗോപിനെ മമ്മൂക്ക പ്രൊട്ടക്റ്റ് ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം മമ്മൂക്ക പ്രൊട്ടക്റ്റ് ചെയ്ത ആൾക്കാരൊക്കെ മമ്മൂക്ക് പണി കൊടുത്തുള്ളൂ. പക്ഷേ ഗൂഗിൾ സുരേഷ് ഗോപി എന്ന് പറഞ്ഞാൽ പാവം പയ്യനാണ്, അതുകൊണ്ട് പണി കൊടുക്കില്ല എന്ന് വിചാരിക്കാം. ബാക്കിയുള്ളവരെല്ലാവരും പണി കൊടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. റീസെൻ്റായിട്ട് തന്നെ ഇപ്പോൾ ഒരു നടൻ്റെ പേര് പ്രത്യേകിച്ച് എടുത്ത് കൊണ്ടുവന്നില്ല. ആളൊക്കെ വലുതായ സമയത്ത് ഇപ്പോൾ മമ്മൂക്കനെ ഒന്നും വരില്ലാത്ത രീതിയിലാണ്. അപ്പോൾ ഇയാൾക്ക് ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇയാളെല്ലാം പോയി തലവെച്ച് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ 40-45 വർഷമായിട്ട് നമുക്കറിയേ, മറ്റുള്ളവരെ മാതിരി ഇന്നലെ വന്ന ഒരു 5 കൊല്ലം മുമ്പ് 10 കൊല്ലം മുമ്പ് വന്നിട്ട് സിനിമ കാണുന്ന ആൾക്കാരൊന്നുമല്ല ഇവിടെ. 40-45 കൊല്ലമായിട്ട് ഇയാളുടെ ആദ്യ സിനിമ തൊട്ട് മുതൽ നമ്മൾ കൂടെ നിന്നിട്ടുള്ള ആളാണ്. എല്ലാ തകർച്ചയിലും കൂടെ നിന്നുള്ള ആളാണ്, വിജയത്തിലല്ല തകർച്ചയിൽ കൂടെ നിന്നുള്ള ആളാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഇങ്ങോരേക്കാളും കൂടുതൽ നമുക്കറിയാം. ഇങ്ങോരെ ചതിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിനേക്കാളും കൂടുതൽ ഓർമ്മയും ആൾ ചിലപ്പോൾ മറന്നു പോയിട്ടുണ്ടായിരിക്കും. പക്ഷേ നമ്മളത് മനസ്സിൽ സൂക്ഷിച്ച് വെച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും അറിയാം. പേഴ്സണലായിട്ടുള്ള കുറേ കാര്യങ്ങൾ, ഇപ്പം അങ്ങനത്തെ കാര്യങ്ങൾ അറിയാത്തല്ലാത്ത ബാക്കിയുള്ള എല്ലാ സിനിമാപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയൊരു സിനിമ ചെയ്യുന്നതിൽ ഒരു തമാശയ്ക്ക് ചെയ്യുന്ന ഒരു ചെറിയൊരു സിനിമ എന്നുള്ള രീതിയിലൊന്നും ചെയ്യേണ്ട കാലമല്ല. ചെയ്യുമ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ മമ്മൂക്കൊക്കെ ചെയ്യുമ്പോൾ ഒരു വർഷം ഒരു 1-2 സിനിമകൾ ചെയ്യുക, അതുള്ളത് നല്ല സിനിമകൾ ചെയ്യുക. അത് ചെയ്യുന്ന സിനിമകൾ അത്യാവശ്യം ഓടുന്ന, അല്ലെങ്കിൽ ആൾക്കാർക്ക് കാമ്പുള്ളൊരു നല്ല കഥ ചെയ്യുക. അതല്ലാണ്ട് ഒരു സിമ്പിളായ സിനിമ, വെറുതെ കുറച്ച് രസിപ്പിക്കാൻ പറ്റുന്ന സിനിമ എന്നൊക്കെയുള്ള രീതിയിൽ ആ ജോണറിലൊന്നും ചെയ്തിട്ട് കാര്യമില്ല. ഇനിയിപ്പോൾ അങ്ങനെ കളിക്കാനുള്ള സമയമല്ല. കാരണം മറ്റുള്ള മോഹൻലാൽ ഇതുപോലെ സിനിമകൾ ചെയ്തിട്ട് പരാജയപ്പെടുന്നു. അപ്പം നമ്മളെ പോലുള്ള മറ്റുള്ളവർക്ക് കളിയാക്കുന്നൊരു കാലഘട്ടമാണ്. അപ്പോൾ ഇനി ലാലേട്ടൻ്റെ സിനിമകൾ എന്ന് പറഞ്ഞാൽ എൻ്റെ കണക്കുകൂട്ടൽ ഇത്രയും നാൾ കുറച്ച് മോശമാണെങ്കിൽ ഇനി ലാലേട്ടൻ്റെ സിനിമകളൊക്കെ വരാൻ പോകുന്നത് നല്ല സിനിമകളാണെന്നാണ്. തുടരും എന്ന സിനിമ എനിക്ക് നല്ല ഹോപ്പുള്ള സിനിമയാണ്. അത്യാവശ്യം നല്ല സിനിമയാവുന്നു നമുക്ക് തോന്നുന്ന സിനിമയാണ്. തരുൺ മൂർത്തിയുടെ സിനിമയാണ്. അദ്ദേഹത്തിൻ്റെ 2 സിനിമകളും നല്ലതാണ്. കഴിഞ്ഞ 2 സിനിമകളും നല്ലതാണ്. ഈ സിനിമയും നന്നാവുമെന്ന് വിശ്വസിക്കുന്നു. ഒരു തനി നാടൻ കഥ പറയുന്ന മോഹൻലാലിനെ കുറേ നാളുകളായിട്ട് കാണാൻ കിട്ടാത്തൊരു കഥാപാത്രമൊക്കെ ചെയ്യുന്നതാണ്. അതൊക്കെ അദ്ദേഹം നന്നാക്കും. അതുപോലെ തന്നെ ഗംഭീരമായിട്ട് വരാൻ പോകുന്ന എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമ എന്തായാലും
വളരെ മോശം എന്തായാലും ആവില്ല. എന്താ പറയുക, ഒരു 60% മുകളിൽ എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ആ സിനിമ വമ്പൻ വിജയമാകും എന്നുള്ളത് ഉറപ്പാണ്. ഇത്രയും കൂതറായിട്ട് എന്തായാലും വരില്ല, കാരണം അത്രമാത്രം ശ്രദ്ധിച്ചിട്ടാണ് പൃഥ്വിരാജും മുരളി ഗോപിയൊക്കെ അത് തയ്യാറാക്കിയിട്ടുണ്ടാവുക. അങ്ങനത്തെ സിനിമകൾ മോഹൻലാൽ ശ്രദ്ധിച്ച് ചെയ്യുന്ന സമയത്ത് മമ്മൂക്ക് എത്ര നാൾ ശ്രദ്ധിച്ച് കുറേ നല്ല സിനിമകൾ ചെയ്തതിന് ശേഷം ഇപ്പോൾ വരാൻ പോകുന്ന സിനിമകളിൽ ഒരു പ്രതീക്ഷയുള്ള സിനിമ, 3 സിനിമകൾ കഴിഞ്ഞിരിക്കുന്ന 3 സിനിമകളും വലിയ രീതിയിൽ പ്രതീക്ഷയില്ലാത്ത സിനിമകളാണ്. അതിൽ ഏറ്റവും പ്രതീക്ഷ കുറവുള്ള സിനിമയാണ് ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ്. ബസൂക്ക ഒരു ആവറേജ് പ്രതീക്ഷയുള്ളൂ. പിന്നെയും പ്രതീക്ഷയുള്ളത് ജിതിൻ കെ ജോസിൻ്റെ സിനിമയാണ്. നായകനായിട്ട് മമ്മൂക്ക വില്ലനായിട്ട് അഭിനയിക്കുന്ന സിനിമ. എന്തെങ്കിലും ആവട്ടെ, നമുക്ക് പറഞ്ഞു നിർത്താനും കാര്യങ്ങൾ ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ എന്തായാലും കാത്തിരുന്ന് കാണാം. എന്തായാലും ഈ ഡൊമിനിക്കിൻ്റെ നാളത്തെ ട്രെയിലർ കണ്ടിട്ട് ബാക്കി കഥ പറയാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ചാനൽ കാണാം. ഞാനുള്ള കാര്യം കൃത്യമായിട്ട് പറയുന്നുണ്ടാ. അതുകൊണ്ട് നമുക്ക് സപ്പോർട്ട് ചെയ്ത് വെറുതെ എന്ത് പറഞ്ഞാലും മമ്മൂക്കാനെ സപ്പോർട്ട് ചെയ്തിട്ടും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ട് ചെയ്തിട്ട് കാര്യമില്ല. ഉള്ളതുപോലെ പറയും ഇനി മുതൽ. അപ്പോൾ ആർക്കും വിഷമമൊന്നുമില്ലല്ലോ അങ്ങനെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ദാസേട്ടൻ തൃശ്ശൂരിൽ നിന്നും.